ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധ പ്രക്ഷോഭ നേതാവ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിൽ പ്രതികൾ ഇന്ത്യയിലേക്ക് കടന്നുവെന്ന് ബംഗ്ലാദേശ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ട് അപ്പാടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് തള്ളിക്കളയുകയാണ്. അതിർത്തി കടന്നാത്ത അത്തരം ഒരു നീക്കവും ഉണ്ടായിട്ടില്ലെന്ന് മേഘാലയയിലെ BSF മേധാവി ഇൻസ്പെക്ടർ ജനറൽ OP ഉപാധ്യായ ഇന്ന് വ്യക്തമാക്കി. വിനീത വിജി ഡൽഹി ഇന്ന് വിവരങ്ങൾ നൽകും. വിനീത, ഈ ബംഗ്ലാദേശ് ഇന്ത്യയെ മാനം കെടുത്താനുള്ള നീക്കത്തിലാണോ? പറയൂ. തീർച്ചയായും എസ് കെ, നേരത്തെ തന്നെ ഈ ഇൻക്ലാബ് മഞ്ച് പാർട്ടി നേതാവായ ഉസ്മാൻ ഹാദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഈ കേസിലെ 2 പ്രതികൾ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് എത്തിയതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ബംഗ്ലാദേശിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഇന്ത്യ റിപ്പോർട്ടുകളെല്ലാം തന്നെ പാടെ തള്ളുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ബംഗ്ലാദേശിലെ ചില മാധ്യമങ്ങളിൽ ഇത്തരത്തിലേക്കുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഈ പ്രതികൾ മേഘാലയയിലേക്ക് എത്തിയെന്നും മേഘാലയയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതികളെ പിടികൂടിയെന്നും ഒപ്പം തന്നെ ഔദ്യോഗികമായി പ്രതികളെ ഇന്ത്യയിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു എന്നുമായിരുന്നു ബംഗ്ലാദേശിലെ ചില മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഈ റിപ്പോർട്ടിനെതിരെയാണ് ഇപ്പോൾ BSF തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. പൂർണ്ണമായും അടിസ്ഥാനരഹിതവും ഒപ്പം തന്നെ കെട്ടിച്ചമച്ചതുമാണ് ഇത്തരം വാർത്തകളെന്നാണ് BSF വ്യക്തമാക്കിയിരിക്കുന്നത്. അതിർത്തി കടന്ന് അങ്ങനെ ഒരു കുറ്റവാളിയും മേഘാലയയിലേക്ക് എത്തിയിട്ടില്ലെന്നും മേഘാലയയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉസ്മാൻ ഹാദിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആരെയും ഇതുവരെ കസ്റ്റഡിയിലേക്ക് എടുക്കുകയോ അല്ലെങ്കിൽ ഈ ബംഗ്ലാദേശിലെ മാധ്യമങ്ങൾ പറയുന്നത് പോലുള്ള മറ്റ് നടപടിക്രമങ്ങളോ ഉണ്ടായിട്ടില്ല എന്നാണ് BSF മേധാവി തന്നെ ഈ കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.